കഴിഞ്ഞ എപ്പിസോഡ് വരെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ഡ്രീംസിനെ കുറിച്ചാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ബിലീഫ് സിസ്റ്റം. നമുക്കൊക്കെ അറിയാം, നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ ഉൽപ്പന്നമാണ്. നമ്മൾ വിശ്വസിക്കുന്ന, സപ്പോസ് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഹിന്ദുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾ മുസ്ലിമാണ്, ക്രിസ്ത്യാനിയുടെ ഏതൊരു മതക്കാരനെയാണെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ഉൽപ്പന്നമാണ്. അപ്പോൾ ഈ വിശ്വാസത്തിന് നമ്മളെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും. നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യത്തിൽ എത്തിക്കുന്നതിന് ഈ വിശ്വാസങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അപ്പം ശരിയായ വിശ്വാസം വേണമെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. ആ വിശ്വാസത്തെ എങ്ങനെ വളർത്തിയെടുക്കാം, അത് ശരിയായ വിശ്വാസമാണോ എന്നെങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പം ഈ വിശ്വാസം കൊണ്ട് രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഈ വിശ്വാസം കൊണ്ട് അവനവൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുത്ത പല കഥകളും ഇതിനകത്ത് പറയുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് കഥകൾ വളരെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഇന്ത്യൻ നേവിയിൽ ആൻഡമാൻ ഷിപ്പ് മുങ്ങുകയുണ്ടായി. ഒരു ജൂലൈ മാസം കടൽ വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് ഈ ആൻഡമാൻ ഷിപ്പ് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ മുങ്ങി. കപ്പൽ മുങ്ങുമ്പോൾ അതിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവരെ റെസ്ക്യൂ ഷിപ്സുകളൊക്കെ നിയർ ബൈ ഉണ്ടായിരുന്നു, അവരെ രക്ഷിച്ചു. പക്ഷേ അതിൽ എൻ്റെ ഒരു സുഹൃത്ത്, അയാളൊരു നോൺ സ്വിമ്മറായിരുന്നു. ഇയാൾ, കാരണം അയാൾക്ക് പ്രൊമോഷനൊന്നും ലഭിക്കാതെ, നോൺ സ്വിമ്മറായിട്ട് പ്രൊമോഷനൊന്നും ലഭിക്കാതിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ വ്യക്തി ഈ ഷിപ്പിലുണ്ടായിരുന്നു. ഇയാൾ ഈ കപ്പൽ മുങ്ങുന്ന സമയത്ത് സ്വിമ്മിങ് അറിയാതെ തന്നെ കടലിലെടുത്തി ആടിയിട്ട് ഇയാൾ രക്ഷപ്പെട്ടു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡ്രം ഒഴുകി വരുന്നു. ആ ഒഴുകി വരുന്ന ഡ്രമ്മിൽ പിടിച്ചു കയറി. അപ്പോഴത്തേന് റെസ്ക്യൂ ടീം വന്നു, ഇയാളെ രക്ഷിച്ചു. എന്നാൽ ആ സംഭവം അന്ന് ആ ഷിപ്പ് റെക്കായ സമയത്ത്, ആ ഷിപ്പ് മുങ്ങിയ സമയത്ത് ഡൈവേഴ്സായിട്ടുള്ള ആളുകൾ പോലും മരിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ഇവരുടെ റെസ്ക്യൂ ഓപ്പറേഷനിലൊക്കെ ഞാനും പങ്കെടുത്തിരുന്നു. അപ്പം ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ടൈമിൽ ഞാൻ ഈ രക്ഷപ്പെട്ട എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങൾ നോൺ സ്വിമ്മറായിട്ട് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഈ പ്രക്ഷുബ്ധമായ കടലിലേക്ക് എടുത്ത് ചാടിയതെന്ന് ചോദിച്ചപ്പം അയാൾ പറഞ്ഞൊരു വാചകമുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് ചാടിയപ്പോൾ എനിക്കൊരു ഡ്രം കിട്ടി, ആ ഡ്രമ്മിൽ പിടിച്ചു കയറി ഞാൻ രക്ഷപ്പെട്ടു. സത്യം, ഇത് നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൽ വിശ്വാസം കൊണ്ട് രക്ഷപ്പെട്ട ഒട്ടനവധി കേസുകളുണ്ട്. അത് ഞാനീ പറയുന്നത് ദയവ് ചെയ്ത് മതങ്ങളുമായിട്ടൊന്നും കണക്ട് ചെയ്യരുത്. ഇത് മരുന്നില്ലാതെ ചികിത്സിക്കാം എന്നൊക്കെ പറയുന്ന തത്വസംഹിതമായിട്ടൊന്നും ഇഴിച്ചേരുന്ന സംഗതിയല്ല ഞാനീ പറയുന്നത്. ഞാൻ പറയുന്നത്, നമുക്ക് എന്ത് ജീവിതത്തിൽ നേടിയെടുക്കണമെങ്കിലും നമുക്ക് പരിപൂർണമായൊരു വിശ്വാസം അതിലുണ്ടാവണം. സെയിൽസ് പീപ്പിളിന് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം വളരെ അത്യാവശ്യമാണ്. നിങ്ങളൊരു കമ്പനിയിൽ തുടർന്ന് ജോലി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റിൽ വിശ്വാസം വേണം, കമ്പനിയുടെ പോളിസിയിൽ വിശ്വാസം വേണം. അപ്പോൾ വിശ്വാസമില്ലാതെ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും ഷൈൻ ചെയ്യാൻ കഴിയില്ല. ആ സ്ഥാപനം കൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എടുത്തു പറയുന്നൊരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ 2 ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. പലർക്കും വിശ്വാസം ആദ്യമൊക്കെ ഉണ്ടാകും. കുറച്ച് കഴിയുമ്പം റിസൾട്ട് കാണാതെ വരുമ്പം വിശ്വാസം നഷ്ടപ്പെടും. അത് സ്വാഭാവികമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പം ആദ്യമൊക്കെ വലിയ വിശ്വാസത്തോടുകൂടി ചെയ്യും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ റിസൾട്ട് കാണാതെ വരുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, എല്ലാത്തിനും ഒരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട്. കഴിഞ്ഞ സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും ഒരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട്, ഒരു ഗർഭകാലം എല്ലാത്തിനും ഉണ്ട്. അപ്പം ചില കാര്യങ്ങൾ, ചില സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ചിലപ്പോൾ ലോങ്ങർ ടൈം വേണ്ടി വരും. ലോങ്ങർ ദ ജസ്റ്റേഷൻ പീരീഡ്, സ്ട്രോങ്ങർ ദ ചൈൽഡ്. നിങ്ങൾ എലിയെയോ മുയലിനെയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു മുയൽ ജീവിക്കുന്നത് 3 മുതൽ 5 വർഷം കൊണ്ട് മുയൽ മരിക്കും. എന്നാൽ ഒരു ആന, അതിൻ്റെ ജസ്റ്റേഷൻ പീരീഡ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജസ്റ്റേഷൻ പീരീഡ് എടുത്ത് നോക്കിക്കോളൂ, 272 ദിവസം മിനിമം വേണം. അതായത് 9 മാസം 9 ദിവസം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ 9 മാസം 9 ദിവസം ജസ്റ്റേഷൻ പീരീഡിലുള്ള മനുഷ്യൻ 90 വയസ്സ് വരെയും 100 വയസ്സ് വരെയും ജീവിക്കുന്നു. ഇതിൽ നിന്ന് തന്നെ ഒരു പ്രകൃതി നൽകുന്ന പാഠം എന്താണ്? ജസ്റ്റേഷൻ പീരീഡ് കൂടുന്നു, റിസൾട്ട് വരുന്നതിന് ജസ്റ്റേഷൻ പീരീഡ് കൂടുന്നതനുസരിച്ച് അത് കിട്ടുന്ന റിസൾട്ടും കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ ആ രീതിയിൽ പാകപ്പെടുത്തണം. ലോങ്ങർ ദ ജസ്റ്റേഷൻ പീരീഡ്, സ്ട്രോങ്ങർ ദ ചൈൽഡ്. അത് നമ്മൾ ആ രീതിയിൽ നമ്മുടെ പ്രയത്നങ്ങളെ മുമ്പോട്ട് നീക്കുകയാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിൽ എത്താൻ കഴിയുമെന്നാണ് ചാപ്റ്റർ 2 പ്രതിപാദിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, പ്രോസസ് ദാറ്റ് ടേക്ക് ലോങ്ങർ ടൈം പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ പ്രോഡക്ട്സ്. അതുകൊണ്ട് അതായത് പലപ്പോഴും നമ്മൾ ഈ എണ്ണ ശുദ്ധീകരിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എണ്ണ ശുദ്ധീകരണം ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. പക്ഷേ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ നമുക്ക് 9ഓളം പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഈ പരിശ്രമത്തിൻ്റെ ഇടയ്ക്ക് പല നല്ല കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിശ്രമത്തിലൂടെ നമ്മുടെ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലാംഗ്വേജ് എൻഹാൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പബ്ലിക് കോണ്ടാക്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ റെഫറൻസ് കേപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ എൻഹാൻസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഫൈനൽ ഗോളിൽ എത്തുന്നത്. ഇപ്പോൾ നിങ്ങൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ ഇനി സിവിൽ സർവീസ് കിട്ടിയില്ലെങ്കിൽ തന്നെ അതിന് താഴെയുള്ളൊരു എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആയിട്ടുണ്ടാവും. അപ്പം ഓരോ ഹാർഡ് വർക്കിലും ഓരോ കാത്തിരിപ്പിലും വഴിയിൽ നിങ്ങൾ സക്സസ് ഒരിക്കലും ഒരു എൻഡ് റിസൾട്ട് അല്ല. ഈ പുസ്തകം പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, സക്സസ് ഒരു എൻഡ് റിസൾട്ട് അല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും നിങ്ങളുടെ വൃക്ഷങ്ങൾ കായ്ക്കാം, ഫലങ്ങൾ കിട്ടാം എന്ന് വിചാരിച്ച് അത് ലാസ്റ്റ് ഫലമല്ല താനും. അപ്പം ഈ ചാപ്റ്റർ 2 പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്, നിങ്ങൾ എഫേർട്ട് ഇടുന്നതിൽ മടി കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആയിരിക്കുക. ആ ബിലീഫ് സിസ്റ്റം നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ സ്ട്രോങ് ആക്കുന്നോ അത്ര കണ്ട് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കും. ആ ഊർജ്ജം നിങ്ങളെ സക്സസ്സിലേക്ക് എത്തിക്കും, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നതിൽ നിങ്ങളെ സഹായിക്കും എന്നാണ് ഈ പുസ്തകത്തിൽ കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, മുട്ടുവീൻ തുറക്കപ്പെടും, ചോദിപ്പീൻ തരും, അന്വേഷിപ്പിൻ കണ്ടെത്തും. ഇത് തീർച്ചയായിട്ടും ശരിയാണ്. മുട്ടുവീൻ തുറക്കപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു ഡോറ് മുട്ടുമ്പോഴേ പ്രത്യക്ഷത്തിൽ അത് തുറന്നില്ലെന്നിരിക്കാം, പക്ഷേ ആ ഡോറിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ട് അതിന്. ആ ബൈ പ്രോഡക്റ്റാണ് സൗണ്ട്. ആ സൗണ്ട് കേട്ട് അടുത്ത ഡോറിലുള്ള ആളെങ്കിലും വന്ന് തുറന്ന് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരാം. പ്രത്യേകിച്ചും ഈ ബിലീഫ് സിസ്റ്റം ചാപ്റ്റർ നിങ്ങൾ പ്രത്യേകിച്ചും പഠിക്കേണ്ട ചാപ്റ്ററാണ്. അതായത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ബിലീഫ് സിസ്റ്റം നഷ്ടപ്പെടുന്നത്? നമ്മളുടെ പ്രസൻറ്റ് സിറ്റുവേഷനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റം നഷ്ടപ്പെടുന്നത്. പക്ഷേ ഓരോ പ്രാവശ്യവും നമ്മുടെ വിശ്വാസത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പം നമ്മുടെ മനസ്സിനെ ഒന്ന് ലിബറേറ്റ് ആക്കിയിട്ട് ചോദിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് തൊഴിലന്വേഷിക്കുന്ന പലരും പറയുന്നത് ജോലി കിട്ടാനില്ല, അല്ലെങ്കിൽ ജോലിയില്ല, റിസിഷനാണെന്ന് പറയുമ്പോഴേ, അല്ലെങ്കിൽ ജോലി കിട്ടാനില്ലെന്ന് പറയുമ്പോഴേ നിങ്ങൾ ആലോചിക്കണം, ഇതുകൊണ്ട് ലോകം അവസാനിച്ചോ? ഇല്ല. ഇന്ന് ആർക്കും പ്രൊമോഷൻ ലഭിച്ചില്ലേ? ഇന്ന് ജോലിയിൽ നിന്ന് ആരും മരിച്ചു പോയിട്ടില്ലേ? ഇന്ന് ആരും റിട്ടയർ ആയിട്ടില്ലേ? ഇന്ന് ആരും വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടില്ലേ? ഇന്ന് ആരും വോളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങിപ്പോയിട്ടില്ലേ? തീർച്ചയായിട്ടും അവിടെയൊക്കെ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇല്ല എന്ന് പറയുന്നതിന് മുമ്പിട്ട് അതിൻ്റെ മറുവശം കാണാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ അവസരങ്ങൾ തെളിയുമെന്നാണ് ചാപ്റ്റർ 2 പ്രത്യേകിച്ചും പറയുന്നത്. ഈ ലോകത്തെ ഒരു റിസൾട്ടും പെട്ടെന്നുണ്ടാകുന്നതല്ല. ഇപ്പോൾ നമ്മൾ എഡിസൻ്റെ കേസ് എടുത്ത് നോക്കിക്കോളൂ. അതായത് ഈ മറ്റൊരു ഉദാഹരണം, നമ്മുടെ ബോയിങ് എയർക്രാഫ്റ്റ് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പിട്ട് 10,000 ടൈംസ് അതിന് പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു. അപ്പം ഈ വിജയങ്ങളൊന്നും തന്നെ ഓവർനൈറ്റ് ഉണ്ടാവുന്നതല്ല. അങ്ങനെ അചഞ്ചലമായ വിശ്വാസമുള്ള വ്യക്തികളാണ് ഈ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് പ്രത്യേകിച്ചും ഈ ചാപ്റ്ററിൽ എടുത്തു പറയുന്നത്. ഈ ചാപ്റ്ററിൽ വളരെ രസകരമായ ഒരു കഥ, ഒരു ജപ്പനീസ് നാടോടി കഥ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജപ്പനീസ് നാടോടി കഥ പറയുന്നതെന്ന് പറഞ്ഞാൽ, 2 തവള കുഞ്ഞുങ്ങൾ പ്രഭാത സവാരിക്കിറങ്ങുന്നു. ദൗർഭാഗ്യവശാൽ ഈ തവള കുഞ്ഞുങ്ങൾ ഒരു സ്റ്റീൽ പാത്രത്തിനുള്ളിൽ വീഴുന്നു. ഈ സ്റ്റീൽ പാത്രത്തിനുള്ളിലാവട്ടെ മോര് നിറച്ച് വച്ചിരിക്കുകയായിരുന്നു. ഈ സ്റ്റീൽ പാത്രത്തിൻ്റെ പകുതി വരെ മാത്രം മോര് നിറച്ചൊരു പാത്രത്തിലാണ് ഈ 2 തവളക്കുഞ്ഞുങ്ങളും വീഴുന്നത്. തവളക്കുഞ്ഞുങ്ങൾ രണ്ടും കൈകാലിട്ടടിച്ച് ഈ പാത്രത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിച്ചു. എന്നാൽ മോര് പകുതി വരെയേ ഉള്ളൂ. പാത്രത്തിൻ്റെ ഹൈറ്റ് വളരെ കൂടുതലാണ്. പാത്രത്തിൻ്റെ ഉൾവശം വളരെ മിനുസമുള്ളതായതുകൊണ്ട് ഈ തവളക്കുഞ്ഞുങ്ങൾക്ക് അതിലൂടെ പിടിച്ചു കയറാൻ കഴിയുന്നില്ല. 2 തവളക്കുഞ്ഞുങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ടും അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവസാനം ഈ തവളക്കുഞ്ഞുങ്ങൾ വൈകുന്നേരമായി. അതിലൊരു തവള മറ്റു തവളയോട് പറഞ്ഞു, സുഹൃത്തെ,
നമ്മൾ ഒന്നിച്ച് നടക്കാനിറങ്ങി, ഒന്നിച്ച് ഈ പാത്രത്തിൽ വീണു, ഒന്നിച്ച് പരിശ്രമിച്ചു, ഒന്നിച്ച് പരാജയപ്പെട്ടു, അതുകൊണ്ട് ഒന്നിച്ച് നമുക്ക് മരിക്കാം. എന്നാൽ ആദ്യത്തെ തവള പറഞ്ഞു, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നമ്മൾ ഒന്നിച്ച് ഇറങ്ങി, ഒന്നിച്ച് വീണു, ഒന്നിച്ച് പരിശ്രമിച്ചു, ഒന്നിച്ച് പരാജയപ്പെട്ടു, പക്ഷേ മരിക്കാൻ ഞാൻ തയ്യാറല്ല. ലെറ്റ് മീ ട്രൈ ടിൽ ഐ ഡൈ. ആദ്യത്തെ തവള പറഞ്ഞില്ല, ഞാൻ എങ്ങൊന്നും പ്രതീക്ഷയൊന്നും കാണുന്നില്ല, എൻ്റെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമുക്ക് മരിക്കാം. അപ്പോൾ മറ്റേ തവള പറഞ്ഞു, നീ മരിച്ച് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷമോ മിനിറ്റുകൾക്ക് ശേഷമോ മണിക്കൂറുകൾക്ക് ശേഷമോ ചിലപ്പോൾ ഞാൻ മരിച്ചേക്കാം, പക്ഷേ ലെറ്റ് മീ ട്രൈ ടിൽ ഐ ഡൈ. ആദ്യത്തെ തവള പറഞ്ഞില്ല, എനിക്ക് വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു, അങ്ങനെ ആരെങ്കിലും രക്ഷിക്കാൻ വരണമെന്നെങ്കിൽ ഇതിനകം വന്നേനെ, അതുകൊണ്ട് ഞാൻ സറണ്ടർ ചെയ്യുകയാണ്, എനിക്ക് ആരും ഒരു വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവൻ കൈകാലുകൾ നിവർത്തി മോരിനുള്ളിൽ മുങ്ങി മരിച്ചു. എന്നാൽ അവശേഷിക്കുന്ന തവളയാവട്ടെ, അത് വീണ്ടും കൈകാലുകൾ തടിച്ച് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. നമുക്കറിയാം, മോരിനുള്ളിൽ നമ്മൾ മത്തിട്ട് കലക്കുമ്പം അതിൽ വെണ്ണ പുറത്തു വരും. ഇതുതന്നെ ഇവിടെ സംഭവിച്ചു. ഈ അവശേഷിച്ച തവളയുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബീറ്റിംഗ് കാരണം, കൈകാലിട്ട് അടി കാരണം ഈ മോരിൽ നിന്നും വെണ്ണ പുറത്തു വരുന്നു. ആ വെണ്ണ ഈ ചത്തുകിടന്ന തവളയുടെ പുറത്ത് ഒരു പ്ലാറ്റ്ഫോമായി മാറുന്നു. അതിൻ്റെ പുറത്ത് കയറി അവശേഷിക്കുന്ന തവള രക്ഷപ്പെടുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് ജമ്പ് ചെയ്യുന്നു. ഈ കഥ ഒരു ജപ്പാനീസ് നാടോടി കഥയാണ്. ഈ കഥ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്താവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളൊരു വലിയ സിറ്റുവേഷനിലാണ്, നിങ്ങളൊരു പെരിൽഡായിട്ടുള്ള വളരെ മോശം സിറ്റുവേഷനിലാണെങ്കിലും അവിടുന്ന് തീർച്ചയായിട്ടും ബട്ടർ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം, ആ സിറ്റാഡലിൽ നിന്ന് പുറത്തു വരാനുള്ള മാർഗം അവിടെ തെളിയും എന്നാണ് ചാപ്റ്റർ 2-ലെ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. തുടർന്ന് വളരെ രസകരമായ പല ഭാഗങ്ങളും ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത സെഷനിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം.